എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഗോഡ്സ് വോയിസ് ഫോർ ദിസ് ഡേ. ഇന്ന് ദൈവത്തിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 5 അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ. അവൻ ഗന്നസരത്ത് തടാകത്തിൽ കരയിൽ നിൽക്കുമ്പോൾ ജനക്കൂട്ടം ദൈവവചനം കേൾക്കുവാൻ അവന് ചുറ്റും കൂടി. വലിയൊരു ജനസമൂഹം അവന് ചുറ്റും കൂടി. അപ്പോൾ 2 പടകിൽ കരയ്ക്ക് അടുത്ത് നിൽക്കുന്ന അവൻ കണ്ടു. മീൻ പിടുത്തക്കാർ അവയിൽ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ശീമോനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒന്നിൽ അവൻ കയറി കരയിലിരുന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് ജനക്കൂട്ടത്തെ ഉപദേശിച്ചു. പടകിലിരുന്ന് ജനക്കൂട്ടത്തെ ഉപദേശിച്ചു. എവിടെ ദൈവം ഒരു കൂട്ടം ജനം വരുന്നു, അവിടെ ദൈവം ഒരിക്കലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തില്ല. ആദ്യം ജനത്തെ ഉപദേശിച്ചു. ഹല്ലേലൂയ. കർത്താവ് ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് മനസ്സലിയും ദൈവം ജനക്കൂട്ടത്തെ കണ്ടാൽ. അവരോട് മനസ്സലിയുമ്പോൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ആമേൻ. ഇവിടെ നമ്മൾ അനേകർ ചെയ്യുന്നത് എന്തുവാ? അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ഭയങ്കര കൃപാവര പ്രാപ്തന്മാരിറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇതൊന്നുമല്ല. യേശു വരുമ്പോൾ ആദ്യം ദൈവം ചെയ്യുന്നത് ഉപദേശിക്കുക, ജനത്തോട് ഉപദേശം കൊടുക്കുക. ആ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും ആ വാക്കിനകത്ത് ജീവനുണ്ട്. ആ ജീവൻ അവരെ തൊടും. ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെവി കേട്ടവർ ഇതൊന്നും അവസാന സമയത്ത് യേശുവിൻ്റെ കൂടെ കണ്ടില്ല. വചനം കേട്ടവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരും യേശുവിൻ്റെ കൂടെ വന്നവരും. വചനം കേൾക്കുന്നവരായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.